Which one is the best toothpaste? Clinically വരുന്ന മിക്കവാറും പേഷ്യൻസ് ചോദിക്കുന്നതാണ് വിച്ച് വൺ ഇസ് ദ ബെസ്റ്റ് ടൂത്ത് ഓൾവേസ് ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫോം മാത്രമല്ല. ടൂത്ത് പേസ്റ്റ് നമ്മളെ ക്യാവിറ്റീസിനെ ഫൈറ്റ് ചെയ്യാനാണ്, ഇനാമലിനെ സ്ട്രെങ്തൻ ചെയ്യാനും നമുക്കതുപോലെ തന്നെ ഒരു ഫ്രഷ് ബ്രെത്ത് തരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ബെസ്റ്റ് ടൂത്ത് പേസ്റ്റ്. അത് ഓരോരുത്തർക്കും ഓരോ ടൂത്ത് പേസ്റ്റാണ്, എല്ലാവർക്കും ഒരേ ടൂത്ത് പേസ്റ്റ് നമുക്ക് സ്യൂട്ട് ആവില്ല. വാട്ട് ടു ലുക്ക് ഫോർ എ ടൂത്ത് പേസ്റ്റ്? ടൂത്ത് പേസ്റ്റിൽ നമ്മൾ എന്താ നോക്കണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫ്ലൂറൈഡ് കണ്ടൻ്റുള്ള ടൂത്ത് പേസ്റ്റ് ആണോ നോക്കണം. ഫ്ലൂറൈഡ് കണ്ടൻ്റാണ് നമ്മളെ ഇനാമലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ക്യാവിറ്റീസ് എന്നുള്ളതും ഇനാമലിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതും. സോ ഫ്ലൂറൈഡ് കണ്ടൻറ്റ്സ് എപ്പോഴും നോക്കണം. അതുപോലെ നോക്കേണ്ട ഒന്നാണ് അബ്രസീവ് കണ്ടൻറ്റ്. എപ്പോഴും ഗോ ഫോർ ലെസ് അബ്രസീവ് കണ്ടൻറ്റ് ടൂത്ത് പേസ്റ്റ്. ബിക്കോസ് അബ്രസീവ് കണ്ടൻറ്റ് കൂടുതലനുസരിച്ച് ഇനാമൽസിനെ എറോഡ് ചെയ്യാൻ, അതായത് നശിപ്പിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഹൈ അബ്രസീവ് കണ്ടൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ചാർക്കോൾ ടൂത്ത് പേസ്റ്റും. സോ അതൊക്കെ ഒന്ന് കുറവാക്കുക, യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക മാക്സിമം. ദെൻ നോക്കേണ്ടത് ADA നമ്പർ, ADA സ്പെസിഫിക്കേഷൻ നമ്പർ. അമേരിക്കൻ ഡെന്റൽ അസോസിയേഷൻ അപ്രൂവ്ഡ് ആണോ ഈ ഒരു നമ്മളെ ടൂത്ത് പേസ്റ്റ് എന്നുള്ളത് എപ്പോഴും ചെക്ക് ചെയ്യുക. ചൂസ് ബേസ്ഡ് ഓൺ യുവർ നീഡ്സ്. ഓൾവേസ് ഗോ ഫോർ ദ ടൂത്ത് പേസ്റ്റ് വിച്ച് ചൂസ് നീഡ്സ് യു. അതായത് നമുക്ക് വേണ്ടത് സെൻസിറ്റീവ് ടൂത്തിലുള്ള ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് അടങ്ങിയ, അതായത് സെൻസോഡൈൻ, കോൾഗേറ്റ്, പ്രൊആക്റ്റീവ് ഫോർ സെൻസിറ്റീവ് ടൂത്ത് അങ്ങനെയുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക. ക്യാവിറ്റി പ്രൊട്ടക്ഷൻ യൂസ് ഫ്ലൂറൈഡ് കണ്ടൻറ്റുള്ള കൂടുതലടങ്ങിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതായത് കോൾഗേറ്റ് ടോട്ടൽ അല്ലെങ്കിൽ പെപ്സോഡന്റ് ഫ്ലൂറൈഡ് ലിസ് ഉപയോഗിക്കാം. ഇനി നമുക്ക് വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ് ആണ് നോക്കുന്നതെങ്കിൽ അബ്രസീവ് കണ്ടൻറ്റ് മാക്സിമം കുറവുള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാൻ നോക്കുക. ദെൻ ചാർക്കോൾ ടൂത്ത് പേസ്റ്റിലേക്കൊന്നും പോകാതിരിക്കുക. ഇനി ഹെർബൽ ടൂത്ത് പേസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, അതായത് നിങ്ങൾ ഒരു കുറച്ചുകൂടി ആയുർവേദിക് അല്ലെങ്കിൽ നാച്ചുറൽ ആണ് നോക്കുന്നതെങ്കിൽ ഹിമാലയ പോലുള്ള ടൂത്ത് പേസ്റ്റ്, അതായത് ഫ്ലൂറൈഡ് കണ്ടൻറ്റ് കുറച്ചുള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുക. ഫ്ലൂറൈഡ് കണ്ടൻറ്റ്സ് ഓൾവേസ് അതിൽ നോട്ട് ചെയ്യാനുള്ളത് ശ്രദ്ധിക്കുക. കുറേ എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ പറ്റും DIYസും കുറേയധികം ടെക്നിക്സൊക്കെ. അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അതെന്താണെന്ന് വെച്ചാൽ ഇനാമൽസിനെ എറോഡ് ചെയ്ത് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മളെ പെട്ടെന്ന് പല്ല് വെളുപ്പിക്കാനുള്ള ഒരു ടെക്നിക്കും അതിൽ വരുന്നില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പേസ്റ്റോ വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെൻറ്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ചെയ്യുക, അല്ലാതെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യരുത്. ഇനാമൽ നശിച്ചു പോയിട്ട് നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റിയും നിങ്ങൾക്ക് പിന്നെ പ്രശ്നങ്ങളും ഉണ്ടാക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിലേക്കൊന്നും ദയവായിട്ട് പോകാതിരിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബിഫോർ യൂസിങ് ഇറ്റ് പ്ലീസ് കൺസൾട്ട് എ ഡെന്റിസ്റ്റ്.